ഒരു വനത്തിൽ ഒരു ശക്തനായ സിംഹം ജീവിച്ചിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. സിംഹത്തിന് വയസ്സായി. പഴയ പോലെ മൃഗങ്ങളെ പിടിക്കാനൊന്നും വയ്യാതെയായി. ഇങ്ങനെ പോയാൽ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് മനസ്സിലായ സിംഹത്തിന് ഒരു ബുദ്ധി ഉദിച്ചു. ഒരു ദിവസം സിംഹം കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, നാളെ മുതൽ നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് ഒരു മൃഗത്തെ എനിക്ക് കഴിക്കാനായി എന്റെ ഗുഹയിലേക്ക് പറഞ്ഞുവിടണം. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും പിടിച്ചു കഴിക്കും. ഇത് കേട്ട ജീവികളൊക്കെ പേടിച്ചു വിറച്ചു. അങ്ങനെ അവരൊടുവിൽ മിട്ടുമുയലിനെ ഗുഹയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. മിട്ടുമുയൽ മഹാബുദ്ധിമാനായിരുന്നു. സിംഹത്തിന്റെ ശല്യമില്ലാതാക്കാൻ തന്നെ മിട്ടുമുയൽ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേന്ന് സിംഹം തന്റെ ഇരയെ കാത്തിരിക്കാൻ തുടങ്ങി. സമയം പോയിക്കൊണ്ടിരുന്നു. ആരെയും കാണാതെ സിംഹത്തിന് ദേഷ്യം വന്നു. സമയം പിന്നെയും കടന്നുപോയി. ഒടുവിൽ മിട്ടുമുയൽ ഗുഹയിലേക്ക് എത്തിച്ചേർന്നു. ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സിംഹത്തോട് മുയൽ പറഞ്ഞു, സിംഹരാജാവേ, ഞാൻ നേരത്തെ ഇറങ്ങിയതാണ്. പക്ഷേ വരുന്ന വഴി ഒരു വലിയ സിംഹം എന്നെ തടഞ്ഞു നിർത്തി. ആ സിംഹം പറഞ്ഞു, അവനാണ് കാട്ടിലെ രാജാവെന്ന്. അങ്ങയെ കളിയാക്കി ചിരിക്കുകയും ചെയ്തു. ഇത് കേട്ടതും സിംഹം കോപം കൊണ്ട് മുയലിനോട് ചോദിച്ചു, എവിടെയാണാ സിംഹം? എനിക്കിപ്പോൾ തന്നെ അവനെ കാണണം. ഇന്ന് ഞാൻ അവന്റെ കഥ കഴിക്കും. മുയൽ സിംഹത്തിനെ ഒരു വെള്ളമുള്ള പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി. മുയൽ കിണർ ചൂണ്ടി പറഞ്ഞു, ദാ ആ കിണറിനകത്തുണ്ടവൻ. സിംഹം കിണറിലോട്ടെത്തി നോക്കി. വെള്ളത്തിൽ തന്റെ പ്രതിബിംബം കണ്ട മണ്ടൻ സിംഹം വെള്ളത്തിൽ നിന്നും മറ്റൊരു സിംഹം തന്നെ ആക്രമിക്കാൻ വരികയാണെന്ന് കരുതി വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ഒടുവിൽ വെള്ളം കുടിച്ചു മരിച്ചു. അങ്ങനെ കാട്ടിലെ ജീവികളൊക്കെ നമ്മുടെ മിട്ടുമുയലിനെ കാടിന്റെ രാജാവാക്കി.